ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ കലാവിദ്യാഭ്യാസത്തിലെ രണ്ടാമത്തെ പാഠമാണ്. നെയ്യപ്പം എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് ഒക്കെ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി ആർട്ട് എഡ്യൂക്കേഷന്റെ കലാവിദ്യാഭ്യാസത്തിന് മാത്രം ക്ലാസ്സുകൾ മതിയെങ്കിൽ STD7 ആർട്ട് എഡ്യൂക്കേഷൻ എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്, 4 ചിത്രങ്ങൾ. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു. പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? കാക്ക കട്ടു കാക്ക കൊണ്ടുപോയി കടലിലിട്ടു. ആ പാട്ടിനെ ആസ്പദമാക്കിയിട്ടുള്ള കഥയാണ്. നെയ്യപ്പൻ ചുടുന്നതും അത് അയ്യപ്പൻ കൊണ്ടുവരുന്നതും അയ്യപ്പമായിട്ട് കളിക്കുന്നതും കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നതും അവർ കളിക്കുന്ന സമയത്ത് കാക്ക വന്ന് ആ നെയ്യപ്പം കട്ടുകൊണ്ടു പോകുന്നതും എല്ലാം നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാം. ഈ ചിത്രങ്ങൾ കണ്ടല്ലോ, ഇവയെ ബന്ധപ്പെടുത്തിയുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടതും കാക്ക കൊത്തിയതും കടലിലിട്ടതും ഒക്കെ. നമുക്ക് 4 ഗ്രൂപ്പുകളാവാം. ഓരോ ഗ്രൂപ്പും ഓരോ ചിത്രം വീതം തിരഞ്ഞെടുക്കണം. ചിത്രത്തിൽ കാണുന്ന കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങളും അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളും പശ്ചാത്തലവും എന്തൊക്കെയായിരിക്കുമെന്ന് ചർച്ച ചെയ്താലോ. അരങ്ങൊരുക്കം. ഓരോ സംഘവും അവർ തിരഞ്ഞെടുത്ത ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ ചലനത്തെയും സംഭാഷണത്തെയും അവതരിപ്പിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവതരിപ്പിക്കുക. കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന യഥാർത്ഥ വസ്തുക്കൾക്ക്, അതായത് പ്രോപ്പർട്ടീസിന് പകരം ക്ലാസ് റൂമിൽ ലഭ്യമായ വസ്തുക്കൾ അനുയോജ്യമായി ഉപയോഗിക്കുക. ഇപ്പൊ നെയ്യപ്പാണ് എടുക്കുന്നതെങ്കിൽ നെയ്യപ്പത്തിന് അനുയോജ്യമായിട്ടുള്ള എന്ത് വസ്തുവായിരിക്കും? നിങ്ങൾക്ക് വേണമെങ്കിൽ കടലാസുകൾ ചുരുട്ടിക്കൂട്ടി നെയ്യപ്പത്തിന്റെ ആകൃതിയാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വട്ടത്തിലുള്ള ഡസ്റ്റർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതെല്ലാം എടുക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പശ്ചാത്തലം ഭാവനയ്ക്കനുസരിച്ച് ശരീരം കൊണ്ടോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചോ രൂപപ്പെടുത്തുക. ഓരോ സന്ദർഭവും എവിടെയാണ് നടക്കുന്നതെന്ന് കാഴ്ചയിലൂടെ മനസ്സിലാകുന്ന തരത്തിലുള്ള അവതരണമായാൽ രസകരമാകും. അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാവുന്ന കഥയുടെ ക്രമത്തിൽ അവതരിപ്പിക്കാൻ ഓർക്കുമല്ലോ. എല്ലാവരും അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ അവതരണത്തെയും ചർച്ച ചെയ്യാം. ഓരോ സംഘവും താഴെ പറയുന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ആദ്യത്തെ ഗ്രൂപ്പ് എ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ പേരുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സന്ദർഭം എഴുതിയാലും മതി. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചൂടുന്ന സന്ദർഭം. അപ്പൊ അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ കഥാപാത്രങ്ങളും അഭിനയവും. ബി ഗ്രൂപ്പ് വേഷവിധാനവും ചമയവും. സി ഗ്രൂപ്പ് രംഗപടം. ഡി ഗ്രൂപ്പ് രംഗവസ്തുക്കൾ. ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. രംഗശില്പം. അരങ്ങിൽ നാടകത്തിന്റെ സന്ദർഭത്തിനനുസരിച്ച് അന്തരീക്ഷവും പശ്ചാത്തലവും പ്രകടമാക്കാൻ ഉപയോഗിക്കുന്ന സ്ഥിരമായതോ എടുത്തു മാറ്റാവുന്നതോ ആയ ക്രമീകരണങ്ങളാണ് രംഗശില്പം അഥവാ സ്റ്റേജ് സെറ്റിംഗ്സ്. എന്താണ് രംഗവസ്തുക്കൾ? അരങ്ങിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അഭിനേതാക്കളെ സഹായിക്കുന്നതും അഭിനേതാക്കൾ സ്വയം കൈകാര്യം ചെയ്യുന്നതുമായ വസ്തുക്കളാണ് സ്റ്റേജ് പ്രോപ്പർട്ടീസ് അഥവാ രംഗവസ്തുക്കൾ. ഇനി ഓരോ ഗ്രൂപ്പും ചർച്ച ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇനി കഥയൊരുമ. ഈ കഥ മുഴുവനായും നമുക്കൊന്ന് അവതരിപ്പിച്ച് നോക്കിയാലോ. 1ാം ഗ്രൂപ്പിലെ അംഗങ്ങളാണ് നാടകം അവതരിപ്പിക്കേണ്ടത്. 2ാം ഗ്രൂപ്പുകാർ ആവശ്യമായ വേഷവിധാനവും ചമയവും ഒരുക്കണം. 3ാം ഗ്രൂപ്പ് സ്റ്റേജ് സെറ്റിംഗ്സ് ഒക്കെ നടത്തണം. 4ാം ഗ്രൂപ്പ് രംഗവസ്തുക്കൾ അഥവാ സ്റ്റേജ് പ്രോപ്പർട്ടീസ് ഒക്കെ തയ്യാറാക്കണം. നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പുകളാകാം. അങ്ങനെ നിങ്ങൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഒരു നാടകമേള സംഘടിപ്പിക്കുക. എന്താണ് പ്രൊസീനിയം സ്റ്റേജ്? അഭിനയിക്കുന്ന ഇടത്തിന്റെ 3 ഭാഗവും ചുമരിനാൽ ചുറ്റപ്പെട്ടതും മുൻഭാഗം തിരശ്ശീല ഉപയോഗിച്ച് പ്രേക്ഷകരിൽ നിന്ന് വേർതിരിക്കാവുന്നതുമായ രംഗവേദിയാണ് പ്രൊസീനിയം സ്റ്റേജ്. നാടകം ചരിത്രത്തിൽ. പഴയ ഗ്രീക്ക് നാടകങ്ങൾ, മധ്യകാല ക്രിസ്ത്യൻ നാടകങ്ങൾ, സംസ്കൃത നാടകവേദിയും നാട്യശാസ്ത്രവും, മധ്യകാല ഇസ്ലാമിക നാടകവേദി, അക്രജ അഥവാ മതേതര നാടകങ്ങൾ. ഇതെല്ലാം നമുക്ക് ആദ്യകാലങ്ങൾ തൊട്ട് നിലനിന്ന് വന്നിരുന്ന നാടകങ്ങളുടെ പേരുകളാണ്. അപ്പൊ ഇത്ര കാര്യങ്ങളുള്ളൂ കേട്ടോ മക്കളെ നമുക്ക് ഈ പാഠത്തിൽ നോക്കാനായിട്ട്. മക്കൾക്ക് അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്നൊരു കഥാഭാഗം നാടകമാക്കിയിട്ട് അവതരിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. അത് ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുക. 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്